നെക്സ്റ്റ് മൊഡ്യൂൾ 3 ആണ്. അതിനകത്ത് മോഡേണിസവും അതിൻ്റെ കോൺസെപ്റ്റുകളുമാണ് നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് നോക്കിക്കോളൂ. മോഡേണിസം എന്ന് പറയുന്ന ഒരു ലേറ്റ് 19th അല്ലെങ്കിൽ ടു മിഡ് 20th സെഞ്ചുറി മൂവ്മെൻ്റ് ആണ്. അത് ഈ ഇൻഡസ്ട്രിയലൈസേഷൻ അല്ലെങ്കിൽ അർബനൈസേഷൻ, ഈ ഗ്ലോബൽ ഇഷ്യൂസ് അതിനെതിരെ കൊണ്ടുവന്നൊരു റിയാക്ഷനാണ്. അതിനെതിരെ വന്നൊരു റിയാക്ഷനാണ് മോഡേണിസം എന്നുള്ളൊരു മൂവ്മെൻറ്റ്. അപ്പോൾ മോഡേണിസം ശരിക്കും പറഞ്ഞാൽ ആർട്ട്, ലിറ്ററേച്ചർ, കൾച്ചർ ഇതിനെല്ലാം ഒരു പുതിയ വേ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, അതായത് ഹ്യൂമൻ എക്സ്പീരിയൻസിനെ ഒരു പുതിയ രീതിയിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന രീതിയിലുള്ളൊരു എംഫസിസ് കൊണ്ടുവന്നു. അതുപോലെ തന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇത് ചലഞ്ച് ചെയ്തു. കീ തീംസ് ഓഫ് മോഡേണിസം എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ഫ്രാഗ്മെൻറ്റേഷൻ ആണ്. ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സാധാരണ എല്ലാ കാര്യങ്ങളും ഒരു ചട്ടം പോലെ നമ്മളിങ്ങനെ പാലിച്ചു വരുന്നു. പെട്ടെന്ന് അതിനെ ഒന്ന് ചലഞ്ച് ചെയ്യുന്ന രീതിയിലുള്ളൊരു കോൺസെപ്റ്റ് വരുവാണ്. അതാണ് ഈ മോഡേണിസം എന്ന് പറയുന്നത്. എല്ലാത്തിനെയും പൊളിച്ചടുക്കി വേറൊരു പുതിയ രീതിയിലാക്കുക. അപ്പോൾ ഈ കഥയാണെന്നുണ്ടെങ്കിലും കവിതയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ സ്ട്രക്ചറിനെ മൊത്തത്തിൽ മാറ്റി നമ്മുടെ ഈ ഹ്യൂമൻ വേൾഡ് എങ്ങനെയാണോ, അതായത് ഹ്യൂമൻ വേൾഡ് എന്ന് പറയുമ്പോൾ ഭയങ്കര ലോജിക്കലായിട്ടുള്ളൊരു കണക്ഷൻ ഉള്ളൊരു കാര്യമാണോ? അല്ല. ചില സമയത്ത് അതിനകത്ത് പ്രശ്നങ്ങളും കൺഫ്യൂഷൻസും ഡിസ്ട്രപ്ഷൻസും ഒക്കെ വരും, അല്ലേ? സോ അതുപോലെ തന്നെ എന്ത് ചെയ്യുകയാണ്, ഒരു ഫ്രാഗ്മെൻറ്റഡ് വേൾഡിനെയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അതായത് നറേറ്റീവ്സ് ആണെങ്കിലും കഥയാണെങ്കിലും കവിതയാണെങ്കിലും ഏത് കാര്യമാണെന്നുണ്ടെങ്കിലും ഒരു കണ്ടിന്യൂവേഷൻ ഇല്ലാതെ അതിനെ ജസ്റ്റ് മിക്സ് ആയിട്ട് അല്ലെങ്കിൽ ഒരു പീസ് ബൈ പീസ് ആയിട്ടുള്ള കാര്യങ്ങൾ പോലെയാണ് ഫ്രാഗ്മെൻറ്റഡ് ആയിട്ടാണ് കാണിക്കുന്നത്. അതായത് ഒരു ജോയിൻറ്റഡ് നറേറ്റീവ് അല്ല, ഡിസ്ജോയിൻറ്റഡ് നറേറ്റീവായിട്ടും നോൺ ലീനിയർ ഫോമായിട്ടുള്ള രീതിയിലായിരിക്കും ലിറ്ററേച്ചറിൽ ഇത് റിഫ്ലക്റ്റ് ചെയ്തത്. നോൺ ലീനിയർ ഫോം എന്ന് വെച്ചാൽ, ലീനിയർ ഫോം എന്ന് വെച്ചാൽ എന്താ, ലോജിക്കലായിട്ടൊരു അറേഞ്ച്മെൻറ്റോട് കൂടി നോൺ ലീനിയർ ഫോമായിട്ടായിരിക്കും കഥയാണെങ്കിലും കവിതയാണെങ്കിലും എഴുതുന്നത്. ഇനി അത് മാത്രമല്ല, മോഡേണിസത്തിനകത്ത് വരുന്ന വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഹ്യൂമൻ ബീങ്ങും ഐസൊലേറ്റഡ് ആണ്, ലോൺലിയാണ്. അപ്പോൾ ആ ഒരു ഇൻഡിഫറൻ്റ് ആയിട്ടുള്ള നമ്മൾ താമസിക്കുന്ന ആ ഒരു കയോട്ടിക് ആയിട്ടുള്ളൊരു വേൾഡ് അതാണ് ഫോക്കസ് ചെയ്യുന്നത്. ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും ഈ ഒരു കൈൻഡ് ഓഫ് എന്താ പറയുക, ഒരു ക്രൈസിസിലായിരിക്കും എപ്പോഴും. അതായത് ലൈഫിലെ മീനിങ് എന്താണ്, എൻ്റെ ലൈഫ് കൊണ്ട് എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഒരു എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് നമുക്ക് ക്യാരക്ടേഴ്സിനെല്ലാം കാണും. പിന്നെ അതുപോലെ തന്നെ പുതിയ പുതിയ കാര്യങ്ങളുള്ള എക്സ്പെരിമെൻറ്റേഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പം ലിറ്ററേച്ചറിലാണെന്നുണ്ടെങ്കിൽ ഫ്രീ വേഴ്സ് വന്നു. അതായത് യാതൊരു രീതിയിലുമുള്ള റൈമും മീറ്ററും ഒന്നും യൂസ് ചെയ്യാതെ ജസ്റ്റ് കവിതയൊക്കെ എന്ന് വെച്ചാൽ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു മീറ്ററും റൈമോ റിഥമോ ഇല്ലാതെ എഴുതി പോകുന്നത്, അതാണ് ഫ്രീ വേഴ്സ്. അതുപോലെ തന്നെ സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് എന്നുള്ള ടെക്നിക്ക് നോവൽസിനകത്ത് യൂസ് ചെയ്യാൻ തുടങ്ങി. സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് എന്ന് വെച്ചാൽ ഒരു കഥാപാത്രത്തിൻ്റെ മൈൻഡിൽ വരുന്ന തോട്ടുകൾ ഫിൽറ്റർ ചെയ്യാതെ എന്ത് ചെയ്യുകയാണ്, ആ സ്ട്രീം അതുപോലെ തന്നെ, അതായത് ഒരു സ്ട്രീം ഒഴുകുന്ന പോലെ തന്നെ ഇങ്ങനെ എഴുതി വെക്കും. അതായത് ഇപ്പോൾ നമ്മുടെ മൈൻഡിൽ തന്നെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ മൈൻഡ് വേറെ 100,000 തോട്ട്സ് കാണും. അപ്പോൾ ഒരു കഥാകാരൻ, ഒരു റൈറ്റർ അത് എഴുതുമ്പോൾ, ഒരു ക്യാരക്ടറിൻ്റെ മൈൻഡിൽ നടക്കുന്ന കാര്യങ്ങൾ എഴുതുമ്പോൾ അതുപോലെ അങ്ങ് എഴുതി വെക്കും. അല്ലാതെ ആ കഥയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമല്ല, വേറെ പല കാര്യങ്ങളും കൂടി അങ്ങ് ആ സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്യാത്ത കാര്യങ്ങളും കൂടി എഴുതി വെക്കും. അതാണ് സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് ടെക്നിക്ക് എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ കൺവെൻഷനലായിട്ട് നമ്മൾ ഫോളോ ചെയ്ത് വന്ന ആർട്ടിസ്റ്റിക് ആണെങ്കിലും ലിറ്ററേച്ചർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും സ്ട്രക്ചർ ആണെങ്കിലും എല്ലാത്തിനെയും അതങ്ങ് ഷാറ്റർ ചെയ്തു മോഡേണിസം. അതുപോലെ തന്നെ മോഡേണിസ്റ്റ് പോയട്രി എന്ന് പറഞ്ഞൊരു കാര്യം കൂടി നിലവിൽ വന്നു. അതുപോലെ തന്നെ മോഡേണിസ്റ്റ് പെയിൻറ്റിങ്, നമുക്കറിയാം മോഡേൺ പെയിൻറ്റിങ് എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലേ, ചിലപ്പോൾ 2 ഡോട്ടൊക്കെ കാണത്തുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ പെയിൻറ്റ് വാരിക്കോരി ഒഴിച്ച പോലൊരു ഫീലിംഗ് ആണ് ആ പെയിൻറ്റിങ്ങിനകത്ത്. നമ്മൾ വിചാരിക്കും ഇതെന്തുവാന്ന്, പക്ഷേ അതിനൊക്കെ ഡീപ്പറായിട്ടുള്ള മീനിങ്സ് ഉണ്ട്. ഓക്കെ, ദെൻ പേഴ്സണലായിട്ടുള്ള പേഴ്സ്പെക്റ്റീവിന് അല്ലെങ്കിൽ ഇന്നർ എക്സ്പീരിയൻസിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ എന്താണ് സിംബോളിസം. സിംബോളിസം എന്ന് പറയുമ്പം നമ്മൾ ഈ സിംബോളിക്കലായിട്ടുള്ള ഇമേജറി നമ്മൾ കൂടുതൽ യൂസ് ചെയ്യും. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ കൺവേ ചെയ്യാൻ വേണ്ടി, റൈറ്റേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ്, സിംബോളിക്കലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, യൂസ് ചെയ്യാൻ തുടങ്ങും. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഭയങ്കര ഫാൻറ്റസി പ്ലസ് റിയാലിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ മോഡേണിസ്റ്റ് ആയിട്ടുള്ള എലമെൻസിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. ദെൻ ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന സാൽവദോർ ദാലിയുടെ ദ പേഴ്സിസ്റ്റൻസ് ഓഫ് മെമ്മറി എന്നുള്ള പെയിൻറ്റിംഗ് ആണ്. അത് 1931 ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതൊരു സെർ റിയലിസ്റ്റ് പെയിൻ്റാണ്. സെർ റിയലിസ്റ്റിക് പെയിൻറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയലിസം പ്ലസ് കുറച്ച് ഫാൻറ്റസി ആയിട്ടുള്ള എലമെൻറ്റ്സ് കൂടി കാണും. ടൈം, മെമ്മറി, റിയാലിറ്റി, ഈ 3 കാര്യത്തിനെ കുറിച്ചാണ് കാണിക്കുന്നത്. അതായത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഒരു ക്ലോക്ക് മെൽറ്റ് ചെയ്യുന്ന ഒരു സംഭവം, അങ്ങനെയുള്ളൊരു ഇമേജ് ഒരു പെയിൻറ്റിംഗ്. ഇത് മെൽറ്റിംഗ് ഓഫ് ക്ലോക്സ് എന്ന് പറയുന്നത് അതിനകത്ത് സിംബലൈസ് ചെയ്യുന്നത് ടൈം എന്ന് പറയുന്നത് എന്താണ്, ഫ്ലൂയിഡാണ്. അതായത് ടൈം പെട്ടെന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, അതൊരിക്കലും പെർമനൻ്റ് അല്ല. പിന്നെ ഇതിനകത്ത് വരുന്ന മോഡേണിസ്റ്റ് ആയിട്ടുള്ള എലിമെൻറ്റ്സ് എന്തൊക്കെയാണ്? ടൈം എന്ന് പറയുന്നത് എന്താണ്
ടൈം എന്ന് പറയുന്നത് ഇവിടെ ഒരു സിമ്പിളാണ്. അതായത് ലൈഫ് എന്ന് പറഞ്ഞാൽ എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഫ്ലീറ്റിംഗ് ആണ് ലൈഫ് എന്ന് പറയുന്നത്. മൊമെൻറ്റ്സ് എന്ന് പറയുന്നത് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. പിന്നെന്താണ്, പിന്നെ ഈ എറുമ്പിനെയൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്, അതിൻ്റെ ആ ഡീക്കേയും കാണിക്കുന്നുണ്ട്. എറുമ്പും ഉണ്ട്, അതിൻ്റെ ഡീക്കേയും കാണിക്കുന്നുണ്ട്. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇംപെർമനൻസ് അല്ലെങ്കിൽ മോർട്ടാലിറ്റിയാണ്. മരണത്തിനെ അല്ലെങ്കിൽ ലൈഫിലൊന്നും പെർമനൻ്റ് അല്ല എന്ന് കാണിക്കുന്നതാണ്. പിന്നെ ഒരു ഡ്രീം ലൈക്ക് ലാൻഡ്സ്കേപ്പ് ആണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. അതൊരാളുടെ മൈൻഡിൽ ഹാപ്പൻ ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ് ഇവിടെ പോർട്രേ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ സബ്ജക്റ്റിവിറ്റി ഉണ്ട്, സിംബോളിസം ഉണ്ട്, ഫ്രാഗ്മെന്റേഷൻ ഉണ്ട്. ഫ്രാഗ്മെന്റേഷൻ എന്ന് വെച്ചാൽ അവിടെ ഉദ്ദേശിക്കുന്ന പല ടൈപ്പ് ഓഫ് ഇമേജസിനെ ഒരു മിക്സ് ആക്കിയാണ് കാണിച്ചിരിക്കുന്നത് അല്ലേ, അതുകൊണ്ട്. ഇനി അടുത്തത് പാബ്ലോ പിക്കാസോയുടെ എന്താ പറയുക ഒരു പെയിൻറ്റിംഗ് ആണ്. അതാണ് ക്യൂബിസം അല്ലെങ്കിൽ മോഡേണിസ്റ്റ് ആർട്ടിലുണ്ടായ ഒരു പെയിൻറ്റിംഗ് ആണിത്. ഒരു 5 ഫീമെയിൽ ഫിഗേഴ്സ് ആണ് ഉള്ളത് ഇതിനകത്ത്. അത് ഈ ഫീമെയിൽ ഫോമിൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ള ഡെപ്പിക്ഷനെ എന്താണ് ചലഞ്ച് ചെയ്തുകൊണ്ടുള്ളൊരു പെയിൻറ്റിംഗ് ആണ് പാബ്ലോ പിക്കാസോയുടെ ഈ ഒരു പെയിൻറ്റിംഗ് എന്ന് പറയുന്നത്. 1907 അത് ചെയ്തത്. അപ്പോൾ ഇതിനകത്തെന്ന് വെച്ചാൽ ഹ്യൂമൻ ഫോമിനെ ജോമെട്രിക്കൽ ഷേപ്പ് പോലെയാണ് ബ്രോക്കൺ ചെയ്ത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ സ്ത്രീകളെയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതെന്താണ്, ആ ഒരു ഡിസ്കംഫേർട്ട്, ഈ സൊസൈറ്റിയുമായിട്ടുള്ളൊരു ഡിസ്കണക്ഷൻ, സ്ത്രീകൾ ഫേസ് ചെയ്യുന്ന ആ ഒരു സൊസൈറ്റൽ പ്രഷർ, ഇതൊക്കെയാണ് ഇതിനകത്ത് കാണിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ റിയലിസ്റ്റിക് ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻ അല്ല ഇവിടെ കാണിച്ചിരിക്കുന്നത്. കുറച്ച് അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് അല്ലേ. ഹ്യൂമൻ ബീങ്സിനെ ഒരു ജോമെട്രിക്കൽ ഷേപ്പ് വെച്ച് കാണിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പഴയ രീതിയിലാണ്, കൺവെൻഷണൽ ആയിട്ടുള്ള മെത്തേഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്, അല്ല, ഒരു അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള മെത്തേഡാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്തത് ടി.എസ്. ഇലിയട്ടിൻ്റെ ദ ലവ് സോങ് ഓഫ് ജെ ആൽഫ്രഡ് പ്രുഫ്രോക്ക് എന്നുള്ള പോമാണ് നോക്കുന്നത്. 1915 അത് എഴുതിയിരിക്കുന്നത്. ഇതൊരു ഡ്രമാറ്റിക് മോണലോഗാണ്. ഡ്രമാറ്റിക് മോണലോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്യാരക്ടറിൻ്റെ മൈൻഡിലുള്ള കാര്യങ്ങൾ അയാൾ എന്ത് ചെയ്യുവാണ്, അതായത് ഒരു ക്യാരക്ടർ ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കുവാണ്. അയാളുടെ ഒരു മോണോലോഗാണ്, ഒരു സ്പീക്കർ നിന്ന് സംസാരിക്കുവാണ്. അയാളെ കേട്ടിരിക്കാൻ മറ്റൊരാൾ കാണും, പക്ഷേ അയാളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇതിനകത്ത് പറയത്തില്ല. ഒരാൾ നിന്നിങ്ങനെ അയാളുടെ തോട്ട്സ് ഫുള്ള് സംസാരിക്കുന്നു. അതുവഴി അയാളുടെ ക്യാരക്ടർ നമുക്ക് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പ്രുഫ്രോക്ക് എന്ന് പറഞ്ഞ ആൾ അവിടെ നിന്ന് സംസാരിക്കുവാണ്. സോ ഇതൊരു ഡ്രമാറ്റിക് മോണലോഗാണ്. മോണലോഗ് എന്ന് വെച്ചാൽ ഒരു സിംഗിൾ സ്പീക്കർ നിന്ന് സംസാരിക്കുന്നു. അത് കേട്ടിരിക്കാൻ ഓഡിയൻസോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ കാണും. അത് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ സ്പീക്കറിൻ്റെ വായിലൂടെ ആയിരിക്കും കേട്ടോ. അപ്പോൾ അത് പ്രുഫ്രോക്ക് എന്ന് പറഞ്ഞ മനുഷ്യൻ്റെ മൈൻഡിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അയാളങ്ങ് സംസാരിക്കുവാണ്. അയാളൊരു സോഷ്യലി ആൻഷ്യസ് ആയിട്ടുള്ള ഡിസിഷൻസ് ഒന്നും എടുക്കാൻ പറ്റാത്ത ഒരു മോഡേൺ മാനാണ്. അയാൾ ഭയങ്കര ലോൺലിയാണ്. അപ്പോൾ ഇതും എന്തിനെയാണ് കാണിക്കുന്നത്, ആ ഒരു ഫ്രാഗ്മെൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, സബ്ജക്റ്റിവിറ്റി, ഒരാളുടെ പേഴ്സണൽ കാര്യങ്ങൾ, സിംബോളിസമാണ് കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റാൻസ് അല്ലെങ്കിൽ ലൈൻസ് 1 to 12 കാണിക്കുന്ന ഇൻവിറ്റേഷൻ, അതായത് പ്രുഫ്രോക്ക് റീഡറിനെ ഇൻവൈറ്റ് ചെയ്യുവാണ് ഒരു ലാൻഡ്സ്കേപ്പ്, ഒരു ഭയങ്കര ഡള്ളായിട്ടുള്ളൊരു അർബൻ ലാൻഡ്സ്കേപ്പിനെ എക്സ്പ്ലോർ ചെയ്യാൻ. ആ ലാൻഡ്സ്കേപ്പ് വളരെയധികം ഡീക്കേ ചെയ്തുകൊണ്ടിരിക്കുവാണ്, ഭയങ്കര സാഡായിട്ടുള്ള ലാൻഡ്സ്കേപ്പാണ്. പിന്നെ ഇനി ഇയാൾ പറയുന്നുണ്ട് ഈ ഒരു ലാൻഡ്സ്കേപ്പിനെ ഒരു പേഷ്യൻറ്റിനെ പോലെ കമ്പയർ ചെയ്യുന്നുണ്ട്. അതായത് മയങ്ങിക്കിടക്കുന്ന ഒരു പേഷ്യൻ്റ്, ഒരു ടേബിളിൽ മയങ്ങിക്കിടക്കുന്ന പേഷ്യൻറ്റിനെ പോലെയാണ് ഈ ഒരു ലാൻഡ്സ്കേപ്പ് അല്ലെങ്കിൽ ഈ ഒരു അർബൻ ലൈഫ് എന്ന് പറയുന്നത്, സിറ്റി ലൈഫ് എന്ന് പറയുന്നത്. അതായത് മോഡേൺ ലൈഫിനെ കുറിച്ച്, അതിൻ്റെ ആ ഒരു സ്പിരിച്വാലിറ്റി ഇല്ലായ്മയെക്കുറിച്ച് ഇങ്ങനെ പറയുവാണ്. ലൈൻസ് 13 to 22 ഒരു ടയേർഡ് ആയിട്ടുള്ളൊരു ജേണിയെക്കുറിച്ച് പറയുവാണ്. അതായത് ഈ സൊസൈറ്റിയുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ് എല്ലാ ദിവസവും ഒരുപോലെ, അതിൻ്റെ ആ ഒരു മൊണോട്ടണസ് അല്ലെങ്കിൽ ആ ഒരു ഡൾനെസ്സിനെ കുറിച്ചാണ് ഇയാൾ പറയുന്നത്. ഓക്കെ, ദെൻ ഇതിനകത്ത് 1 night ചീപ്പ് ഹോട്ടൽസ്, അതായത് ഒരു രാത്രി ഇതൊക്കെ കഴിയാൻ പറ്റുന്ന ചീപ്പായിട്ടുള്ള ഹോട്ടൽസ് ഉണ്ട് സിറ്റിയിൽ. ഈ സോഡസ്റ്റ് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. സോഡസ്റ്റ് റെസ്റ്റോറൻറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, റെസ്റ്റോറൻറ്റ്സ് ഈ ഒരുമാതിരി തകർന്നടിഞ്ഞ പോലുള്ള റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, ഭയങ്കര അഗ്ലി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. സോഡസ്റ്റ് എന്ന് വെച്ചാൽ അറക്കപ്പൊടി എന്ന് പറയത്തില്ലേ, ആ സംഭവമാണ്. അതായത് സിറ്റിയാണ്, ഫുൾ പൊല്യൂട്ടഡ് ആണ്, ഒരു കൈൻഡ് ഓഫ് എന്താ പറയുക, ഒരു ഫ്രഷ്നെസ് ഇല്ല, എല്ലാം ഇങ്ങനെ ഡീക്കേ ചെയ്തുകൊണ്ട് അഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു ലൈഫാണ് നമ്മുടെ സിറ്റി ലൈഫ് എന്ന് ഇയാൾ പറയുവാണ്. 23 to 34 ഫിയർ ഓഫ് ജഡ്ജ്മെൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അയാളുടെ ഇൻസെക്യൂരിറ്റി പുറത്ത് വരുവാണ്. അതായത് അയാളുടെ ആ ഒരു അപ്പിയറൻസിനെ, അയാൾക്ക് കഷണ്ടിയാണുള്ളത്, ബോൾഡിങ് ഹെഡാണ്. സോ അയാളുടെ ആ കഷണ്ടിയെക്കുറിച്ച്, അപ്പിയറൻസിനെ കുറിച്ചും ആളുകളൊക്കെ ക്രിട്ടിസൈസ് ചെയ്യുമല്ലോ എന്നോർത്തുള്ള ഇൻസെക്യൂരിറ്റിയാണ് 23 to 34 പറയുന്നത്. 35 to 48 ലൈൻസിനകത്ത് ഹെസിറ്റേഷനെ കുറിച്ചും ടൈമിനെ കുറിച്ചുമാണ് പറയുന്നത്. അതായത് ഇയാളുടെ ഇയാൾക്ക് ഡിസിഷൻസ് ഒന്നും പെട്ടെന്ന് എടുക്കാൻ ഇയാൾക്ക് താല്പര്യമില്ല, ഇയാൾ കുറച്ച് ലേസിയാണ്. പിന്നെന്താണ്, ഇയാൾ സമയം ഇങ്ങനെ വെറുതെ വേസ്റ്റാക്കി കളയുന്ന ഒരാളാണ്. പിന്നെ ലൈൻസ് 49 to 74 ഒരു ക്വസ്റ്റ്യൻ ഇയാൾ ചോദിക്കുവാണ്, ഒരു അൺസ്പോക്കൺ ക്വസ്റ്റ്യൻ. അയാളുടെ മനസ്സിലൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് പക്ഷേ ഇങ്ങനെ അത് ചോദിക്കുന്നില്ല അയാൾ. കാരണം ആരെങ്കിലും ഇയാളെ റിജക്റ്റ് ചെയ്താലോ എന്ന് പേടിച്ചോ, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ പൊട്ട ക്വസ്റ്റ്യൻ ആണെന്ന് പറഞ്ഞാലോ, അല്ലെങ്കിൽ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്താലോ എന്ന് പേടിച്ച് ഇയാൾ ആ ക്വസ്റ്റ്യനുമായിട്ട് ഇങ്ങനെ ഒരു അൺസ്പോക്കൺ ക്വസ്റ്റ്യൻ ഇയാളുടെ മൈൻഡിൽ കിടന്ന് ഇങ്ങനെ കളിക്കുവാണ്. 75 to 86 ലൈൻസിനകത്ത്
എന്താണ് ഇയാൾ പറയുവാണ് ഇയാൾ വയസ്സായിക്കൊണ്ടിരിക്കുവാണ് ആൻഡ് ഇയാൾ ഇറിലവൻ്റ് ആയിക്കൊണ്ടിരിക്കുവാണ്. പിന്നെ ഇയാളുടെ ജോലി എന്താണ്, എല്ലാ ദിവസവും രാവിലെ ഇയാളുടെ ട്രൗസേഴ്സ് ഇങ്ങനെ എടുത്തിടുക, ഇയാളുടെ ലൈഫ് വെറുതെ ഇങ്ങനെ വേസ്റ്റ് ആക്കി കളയുക, എന്തൊക്കെയാണ് ഇയാളുടെ ജോലി എന്ന് പറയുന്നത്. ആ ഒരു ഡള്ളായിട്ടുള്ള സിറ്റി ലൈഫിനെ കുറിച്ച് പറയുവാണ്. പിന്നെ ലവിനെയും ഫെയിലിയറിനെ കുറിച്ചാണ് ലൈൻസ് 87 to 98 പറയുന്നത്. അതായത് ഇയാൾക്ക് കുറേ അൺഫുൾഫിൽഡ് ആയിട്ടുള്ള ഡിസയേഴ്സ് ഉണ്ട്, ഫാൻറ്റസീസ് ഉണ്ട്, ഇയാൾക്ക് ജെന്യൂൻ ആയിട്ടുള്ള എന്താണ് റിലേഷൻഷിപ്പിന് ഇയാൾക്കൊരു ആഗ്രഹമുണ്ട്, പക്ഷേ ഇയാൾക്ക് കിട്ടുന്നതെല്ലാം ഭയങ്കര എന്താ പറയുക, ഈ സിൻസിയറിറ്റി ഒന്നും ഇല്ലാത്ത റിലേഷൻഷിപ്സ് ആണ്. പിന്നെ ലാസ്റ്റ് ലൈൻസ് 99 to 131 പറയുന്നതെന്ന് വെച്ചാൽ ആ ഒരു ക്ലൈമാക്സിനെ കുറിച്ച് പറയുകയാണ്. അയാളെ ഒരു ഏജിങ് ആയിട്ടുള്ള ഇറിലവൻ്റ് ആയിട്ടുള്ളൊരു ഫിഗറായിട്ട് ഇയാൾ വീണ്ടും പറയുവാണ്. ആൻഡ് ഇയാൾ മരിക്കാറായി, ഇയാളുടെ ഫേറ്റിലോട്ട് ഇയാൾ നീങ്ങിക്കൊണ്ടിരിക്കുവാണ്. ഒരു ഡ്രൗണിങ് ഇമേജുമായിട്ട്, അതായത് ഒരു കടലിൽ ഒരാൾ മുങ്ങിത്താഴുന്ന ഇമേജുമായിട്ടാണ് ലാസ്റ്റ് പോയം വന്ന് നിൽക്കുന്നത്. അതായത് ഒരു ഇമേജ് ഓഫ് ഡ്രൗണിങ് ഇൻ സീ. അതായത് ഇയാൾ തന്നെ ഇയാളുടെ ഒറ്റപ്പെടലിലോട്ട് അങ്ങ് സറണ്ടർ ചെയ്യുവാണ്, കീഴടങ്ങുവാണ്. എന്നുവെച്ചാൽ ഇയാളുടെ ഫേറ്റ് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു, ഞാൻ ഇനി ഒറ്റപ്പെട്ട് ജീവിതമേ എനിക്ക് കിട്ടത്തുള്ളൂ എന്ന് മനസ്സിലാക്കി അതങ്ങ് അക്സെപ്റ്റ് ചെയ്യുകയാണ് ആ ലൈഫ്. അപ്പോൾ അതാണ് ആ സീയിൽ ഡ്രൗൺ ചെയ്യുന്ന ഇമേജ് കാണിക്കുന്നത്. ഒരു മോഡേണിസ്റ്റ് പോവമാണ്. കാരണം ഇതിനകത്ത് നറേറ്റീവ് എന്ന് പറയുന്നത് എന്താണ്, വളരെ ഫ്രാഗ്മെൻറ്റഡ് ആണ് അല്ലേ. അയാളുടെ തോട്ട്സ് ഇങ്ങനെ കണക്ഷൻ ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പോയേക്കുവാണ്. അയാളുടെ സബ്ജക്റ്റിവിറ്റിയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതായത് അയാളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. പിന്നെ ഇതിനകത്ത് കുറേ സിമ്പിൾസ് യൂസ് ചെയ്തിട്ടുണ്ട്.